ഹായ് കൂട്ടുകാരെ, നമുക്ക് ദുബായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മള് ദുബായിക്ക് പോവാണ്. എവിടേക്കാ? ഇത് ഹസീബ്, ഞങ്ങളുടെ ഫ്രണ്ടാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി എന്താ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഔട്ടിങ്. കാരണം നിമിഷം വന്നിട്ട് നമ്മൾ എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ദുബായ് മാളിലും ദുബായിലും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോവാം എന്ന് വിചാരിച്ച് ഞങ്ങൾ റെഡിയായി. ഞാൻ വ്ളോഗ് എടുക്കാൻ വീഡിയോ ഓൺ ചെയ്താൽ അയ്യോ എടുക്കല്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് ടീംസാണ് ഇവർ. അങ്ങനെ പറഞ്ഞാൽ ഫസ്റ്റ് അവരെ തന്നെ കാണിക്കണമല്ലോ. അപ്പം അതാണ് അവരുടെ ഫേസ് അങ്ങനെ ഇരിക്കണേ. ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് അമ്പലത്തിൽ പോവാറ്. എടാ ഇവിടെ അമ്പലമുണ്ട്, ദുബായ് അമ്പലം. ദുബായ് പോണോ? പോവല്ല, ഇപ്പോഴും പറഞ്ഞൊരു അമ്പലം പോണത്. നല്ല വെയിലുണ്ട്. രണ്ട് തൊപ്പി കിട്ടിയിരുന്നെങ്കിൽ വെക്കാമായിരുന്നു. അരുൺ ചേട്ടനെ തൊപ്പി അടിച്ചു മാറ്റിയിട്ട് അത് വെക്കാൻ പറ്റിയില്ല. തണുപ്പല്ല, പക്ഷെ ചൂട് പറയുമ്പോ ഇപ്പൊ അവർക്ക് ഒരു ഫീലിങ്സ് ഒക്കെ അവിടെ ഞാൻ പറയാറുണ്ട്. ഞാൻ പക്ഷെ കേക്കില്ല തന്നെ ചൂട് വേർപ്പ് വയ്യ കേട്ട് പോയി. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒടുക്കത്തെ വെയിലും ഒടുക്കത്തെ ചൂട് ടൈമായിരുന്നു കേട്ടോ. അപ്പം എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഗ്രാൻഡ് സൂക്കിലേക്ക് വന്നു കേട്ടോ. ഏത് പത്തേമാരി അത് ഇവിടെ ഷൂട്ട് ചെയ്താ? അങ്ങനെ അവിടെ കുറച്ച് നേരം തിരിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോകുന്നത് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ അബ്രയിൽ കയറിയിട്ട് ഗോൾഡ് സൂക്കും കാര്യങ്ങളൊക്കെ കാണാൻ എന്ന് വിചാരിച്ചു. എന്താണ്? ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നു, ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നു, ഞാൻ തന്നെ വോയിസ് ഓവർ കൊടുക്കുന്നു. പിന്നെ നമ്മൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഉള്ളിൽ കയറാൻ പറ്റിയില്ലെങ്കിലും പുറമേ നിന്നിട്ട് ചേട്ടന് കാണിച്ചൊക്കെ കൊടുത്തിട്ടാ. ചേട്ടൻ ഇതുവരെയായിട്ടും നമ്മുടെ അമ്പലങ്ങളൊന്നും കണ്ടിട്ടില്ല ഈ ദുബായിലത്തെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകാൻ കേട്ടോ. പോകുന്ന വഴി ഫുൾ ചളിയൊക്കെ അടിച്ചാണ് പോണത്. കാരണം എൻ്റെ പൈപ്പിനൊക്കെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അയാളെ വീട്ടില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഹസീബ്. പിന്നെ ഇത് നോക്കി ഫുൾ ഗോൾഡ് ആണ്. ഗോൾഡ് ഡ്രസ് ആണോ എന്ന് വിചാരിച്ചു ഞാൻ. അതായത് ഉപദേശം നശിപ്പിക്കാന്ന് പറയില്ലേ, അതൊക്കെ വിശ്വസിക്കാനും. വീട്ടില് രണ്ട് കളിയന്മാരാ, അവന്റെ പേര് കണ്ണൻ, ഇവന്റെ പേര് കണ്ണൻ. ഇവനെ പുള്ളക്കണ്ണൻ, പുളക്കണ്ണൻ. അത് മായക്കണ്ണൻ, മറ്റേത് മൂത്തത് മായക്കണ്ണൻ, ഞാൻ പുളക്കണ്ണൻ.
വലിയടം കേക്കണ്ട. ഗൈസ് അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നതാണ്. എൻ്റെ വീട്ടിൽ പല പേരുണ്ട്. എൻ്റെ ശരിക്കും പേര് നവ്യ മോഹനൻ. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന സൂര്യ. എൻ്റെ ചേട്ടന്മാർ വിളിക്കുന്നത് പുള. ഇവർ വിചാരിക്കും പുളയോ ഇതെന്ത് സാധനം. പറയും പൂളയല്ല, പൂള എന്നൊക്കെ പറയും, കപ്പ എന്നൊക്കെ പറയും, അതല്ല പുള. എനിക്കറിയാമല്ലോ പുള്ളയോ അല്ല. ഇത് ഒരുമാതിരി വിളികളൊക്കെ ചേട്ടന്മാർ വിളിക്കണത്. അപ്പം അതും പറഞ്ഞ കളിയാക്കും. പിന്നെ നമ്മൾ മറ്റിടത്തൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്നപ്പോഴേക്കും വിശന്ന് തുടങ്ങി ഗൈസ്. ഉച്ചയായി. അപ്പോൾ നമ്മളൊരു ബിരിയാണി കഴിക്കാൻ കയറി. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ദുബായ് മാളിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി എവിടേക്കാണ്? അങ്ങനെ നമ്മൾ ഇനി ദുബായ് മാളിലേക്ക് പോവുകയാണ്. വരൂ കൂട്ടുകാരി, നമുക്ക് ദുബായ് മാൾ. എല്ലാ ഈ കൂട്ടത്തില് ഞാനൊരു ബന്ധമില്ല. പേരിനൊരു ഭർത്താവ് മാത്രമാണ്. എനിക്ക് യാതൊരു ബന്ധമില്ല. എന്നപ്പം പറയൂ. എന്താണ് നിങ്ങൾ ജനിച്ചപ്പോഴെങ്ങനെയാണ് മാക്സിമം പിടിച്ചേക്ക് എന്റെ ക്യാരക്ടർ ഉണ്ടായിരിക്കാൻ സമ്മതിക്കൂല. ഈ ഒരു വൈബാണ് നമ്മള്. ഞാൻ ക്യാരക്ടർ ഇട്ടാ ശരിയാവില്ല. ഇതൊന്നും എഴുതിടല്ലേ പ്ലീസ്. നീ എത്ര നേരം മിണ്ടാണ്ടിരിക്കുന്നു എനിക്ക് അറിയണം. ലൈൻ കട്ട്, ലൈൻ കട്ട്. ബിഗ് ബോസിലെ പോലെ 4 ക്യാമറ വെക്കണം. അതെ. രാവിലെ 8 മണി, ഉച്ചക്ക് 12 മണി, വൈകിട്ട്. ബസ്. ഈ വ്ളോഗ് എടുക്കാനുള്ള ഒരു ഇത് എവിടെ നിന്ന് വന്നേന്നല്ലേ നീ ചോദിച്ചത്? ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. അതെന്താന്ന് വെച്ചാല് ഒരു ദിവസം ഇങ്ങനെ ഉറങ്ങി. വേണ്ട കേക്കണ്ട. പറയണേക്കടാ. ഉറങ്ങിയിട്ട് എനിക്ക് അപ്പൊ ഇങ്ങനെ ചിന്ത വന്നു, വ്ളോഗ് ഒരു ചാനൽ യൂട്യൂബിൽ അങ്ങോട്ട് വ്ളോഗ് ഇട്ടാലോ വിചാരിച്ചു. വായി തോന്നുന്നത് അങ്ങോട്ട് പറഞ്ഞിടാം. ട്രോള് കിട്ടും ഈസ് പറയുന്നത്. മച്ചാളാ ചുമ്മാ അങ്ങോട്ട് ഇട്ട് എന്തേലൊക്കെ നടന്നാലോ. എങ്ങനെയാണോ ഡാൻസിലോട്ട് പോയേ? ഡാൻസ് എന്റെ ജന്മപരമായ ഒരു കഴിവാണ്. അത് ജനിച്ച ഉടനെ ഡാൻസ് കളിച്ചോ? വേണ്ട കേട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അടുത്ത ഫോണ് സാധാരണ ബ്ലോഗർമാരിൽ 2-3 ഫോണൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് കിഡ്നിയുടെ കഥയൊക്കെ പറഞ്ഞിറങ്ങി നമ്മൾ ദുബായ് മാളി. അങ്ങനെ അവിടെ എത്തിയിട്ട് ചെറുതായിട്ടൊന്ന് ഷോപ്പിംഗ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് റൗണ്ട് അടിക്കാന്ന് വിചാരിച്ചു. ദുബായ് മാളിൽ നമ്മൾ എപ്പോഴൊന്നും വരാറില്ല കേട്ടോ. ഞാനിത് 2ാമത്തെ പ്രാവശ്യം എന്തോണം വരണത്. മുമ്പ് ഇതുപോലെ ഒരു പ്രാവശ്യം വന്നിരുന്നു. അന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അന്ന് പിന്നെ വ്ളോഗോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ എല്ലാ ബ്രാൻഡും ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ നോക്കി നടക്കാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ കയ്യിൽ ക്യാഷും വേണം. അങ്ങനെ മിക്ക ഷോപ്പുകളും കയറി നിരങ്ങി വെറുതെ നോക്കിയിട്ട് നടന്നു. അങ്ങനെ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടനെ കാണിച്ചില്ലല്ലോ. ഇതാണ് നിബു ചേട്ടൻ. പുള്ളിക്കാരൻ ഭയങ്കര ബുദ്ധിമനുഷ്യനാണ് കേട്ടോ. ഇപ്പം നമ്മൾ പോണത് നമ്മുടെ ബുർജ് ഖലീഫ കാണാനാണേ. ദുബായ് മാളിൽ വന്നാൽ പിന്നെ ബുർജ് ഖലീഫ കാണാതെ ആരും പോവില്ലല്ലോ. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് കൊള്ളാം. സമയം പോയതൊന്നും അറിഞ്ഞില്ല. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.